കോഴിക്കോട് കോടഞ്ചേരിയിൽ ഡോക്ടർക്കും ആശുപത്രി ജീവനക്കാർക്കും രോഗിയുടെ മർദ്ദനം. സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർ സുസ്മിതിനാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ ഡോക്ടറുടെ മൊഴിയെടുത്ത ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് പറയുന്നു. നീ എന്റെ കൈ കയ്യല്ലോ നീ പോർന്നു നീ എന്ത് ഡോക്ടറാ അടിച്ചാൻ വേടിച്ചാൻ വിടിയാ ഞാൻ കേട്ടേ നിന്ന് നിനക്ക് രാഹുൽ KV ചേരുന്നുണ്ട്. രാഹുൽ, ഒരു വാക്ക് പോലും ബീപ്പ് സൗണ്ട് ഇല്ലാതെ കേൾപ്പിക്കാൻ കഴിയത്തില്ല, അത്രമേൽ തെറിയാണെന്ന് തോന്നുന്നു. മദ്യലഹരിയിലുമാണ്. എന്താണ് സംഭവിച്ചത്? ഡോക്ടറുടെ മൊഴി എന്താണ്? പ്രജീഷ്, ഡോക്ടർമാർക്കും ആരോഗ്യ പ്രവർത്തകർക്കും എതിരായ അതിക്രമം അതിനൊരു അറുതി വരുന്നില്ല എന്നത് തന്നെയാണ്. ഏറ്റവും ഒടുവിലാണ് ഇതിപ്പോൾ കോടഞ്ചേരിയിൽ ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. കോടഞ്ചേരിയിലെ ഹോളി ക്രോസ് ആശുപത്രിയിലാണ് ഡോക്ടർ സുസ്മിതിനും അതുപോലെ ജീവനക്കാർക്കുമാണ് മർദ്ദനമേറ്റത്. ഈ രോഗിയുടെ കയ്യേറ്റത്തിന് ഇരയാകേണ്ടതായി വന്നത്. ഇന്നലെ രാത്രി 11:15 സംഭവം. ഒരു അപകടത്തിൽ പരിക്കേറ്റതിനെ തുടർന്നാണ് ഈ രോഗിയെ അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. രണ്ടുപേർ ചേർന്നാണ് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. ശരീരത്തിൽ മുറിവുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ച OP ടിക്കറ്റ് എടുത്തു, ചികിത്സ നൽകി. കുറച്ച് സമയത്തിന് ശേഷമാണ് ഇയാൾ പ്രകോപിതനായത്. അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരോടൊക്കെ കയർത്തു തുടങ്ങി. ആ സമയത്ത് ഡോക്ടർ ഇടപെടുകയാണ് ഉണ്ടായതും. അതിനുശേഷം ആശുപത്രിക്ക് പുറത്തേക്ക് ഇറങ്ങി ഈ രോഗി അവിടെ കാത്തു നിൽക്കുകയായിരുന്നു. ഡോക്ടർ പുറത്തിറങ്ങിയതിന് ശേഷമാണ് വീണ്ടും ആക്രമിക്കാൻ ശ്രമിച്ചത്. കൃത്യമായി പറഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന ഒരു കല്ലെടുത്ത് ഡോക്ടറെ അടിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ഡോക്ടർ അത് ചെറുത്തു തള്ളി മാറ്റിയത് കൊണ്ടാണ് വലിയ രീതിയിലുള്ള അപകടം ഒഴിവായത്. ഞാൻ പറഞ്ഞതുപോലെ ഇന്നലെ രാത്രി 11:15 നൈറ്റ് ഡ്യൂട്ടിയിലുണ്ടായ ആളുകളാണ്. ഈ രോഗി കൂടുതൽ മദ്യപിച്ചിരുന്നത്. മദ്യലഹരി എന്ന് പറഞ്ഞാൽ പോരാ, വളരെ അളവിൽ കൂടുതൽ മദ്യം കഴിച്ചിരുന്നു എന്ന് തന്നെയാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. അയാളുടെ ഒരു സ്വഭാവം ആ വിധത്തിലായിരുന്നു. ആശുപത്രി അധികൃതർ കോടഞ്ചേരി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഡോക്ടറുടെ ഇതുപോലെ മറ്റ് ജീവനക്കാരുടെ മൊഴിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് പോയ ആളുകളാണ്. ഇവരുടെ മൊഴിയെടുത്തതിന് ശേഷം തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് പോലീസ് പറയുന്നത്. ആരോഗ്യ പ്രവർത്തകരെ കയ്യേറ്റം ചെയ്തതിനുള്ള വകുപ്പ്, അതുപോലെ ആശുപത്രി സംരക്ഷണ നിയമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ കോടഞ്ചേരി പോലീസ് വ്യക്തമാക്കി. മറ്റ് ചരിത്രങ്ങളോ അല്ലെങ്കിൽ ഇയാളെ കുറിച്ചുള്ള മറ്റ് വിവരങ്ങളൊക്കെ തന്നെ പോലീസ് ശേഖരിച്ചിട്ടുണ്ടോ? ഒപ്പം ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ, ഈ ആശുപത്രി സംരക്ഷണ നിയമം, പുതിയ നിയമമൊക്കെ അനുസരിച്ചുള്ള വകുപ്പുകളൊക്കെ ചുമത്തുമോ പോലീസുമായി ബന്ധപ്പെടുമ്പോൾ ഈ വ്യക്തിയെക്കുറിച്ച് എന്താണ് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുന്നത്? പ്രജീഷ്, പോലീസിനോട് ഈ വിഷയം നമ്മൾ ചോദിച്ചിരുന്നു. അതായത് ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടായത്. ഇതിന് ശേഷം അയാൾ അവിടെ നിന്ന് ആശുപത്രിയിൽ നിന്ന് പോയി എന്നാണ് പറയുന്നത്. അതിനുശേഷമാണ് ഈ ആശുപത്രി അധികൃതരുടെ പരാതി പോലീസിന് കിട്ടുന്നത്. അതുപോലെ തന്നെ ഡോക്ടറുടെ, ഈ മർദ്ദനത്തിനിരയായ ഡോക്ടറുടെയോ മറ്റു ജീവനക്കാരുടെയോ മൊഴിയെടുക്കാൻ തുടങ്ങിയിട്ടുമില്ല പോലീസ്. ഈ മൊഴിയെടുത്തതിന് ശേഷമാണ് കേസ് രജിസ്റ്റർ ചെയ്യുക. ഈ അക്രമം നടത്തിയ യുവാവിനെ സംബന്ധിച്ച കൃത്യമായൊരു വിവരത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. മൊഴി രേഖപ്പെടുത്തിയതിന് ശേഷം കൂടുതൽ നടപടികൾ ഉണ്ടാകും. അതുപോലെ കയ്യേറ്റം ചെയ്തതിനുള്ള, ആശുപത്രിയിൽ കയറി കയ്യേറ്റം ചെയ്തതിനുള്ളതും ആശുപത്രി സംരക്ഷണ നിയമപ്രകാരമുള്ള വകുപ്പുകളാണ് ചുമത്തുക എന്നാണ് കോടഞ്ചേരി ഇൻസ്പെക്ടർ അറിയിച്ചിട്ടുള്ളത്. പ്രജീഷ്, ശരി. KV രാഹുലാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് കോടഞ്ചേരിയിലാണ് ഡോക്ടർക്കും ആശുപത്രി ജീവനക്കാർക്കും രോഗിയുടെ മർദ്ദനമേറ്റത്.